ഈ മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്ത് അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം 2-3 മണിക്കൂർ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മയിലായി അവിടെ പോയി പറഞ്ഞതൊന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? നാണം ഉടുപ്പില്ലാത്തവരൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക്? അവരൊക്കെ ഇയാളോട് എന്താ പറഞ്ഞേ? കുറെ പട്ടാളക്കാരെ നീ ഇയാളോട് സംസാരിക്കുന്നു. ഇത് കേട്ട ഒരു കേരളാണ് ശരിയാ എന്തെങ്കിലും കുഴപ്പമില്ല. ഇമാതിരി വേഷം കിട്ടി നടക്കുന്നത് ഇങ്ങനെ ഇട്ടും വന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാതെ അയാളോട് നിന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ പട്ടി പോലും പോകത്തില്ല. കാരണം അവൻ ആരാണ് പോയി മനസ്സിലാദ്യം തന്നെ ഇവൻ എന്തിനാ ഇവിടെ വന്നത്? ഇവൻ ആര്? ഇവൻ കേരളാണോ സിനിമാടനാണോ അതോ വേറെ ഏതെങ്കിലും TV അവതാരകനാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നവനാണോ എന്ന് ചോദിക്കണം. അല്ലാതെ ഇവനോടൊക്കെ എന്തിന് പട്ടാളം ഇങ്ങനെ ചുറ്റും നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ വേഷം കിട്ടി ഇറങ്ങിയപ്പോ പട്ടാളക്കാരുടെ വേഷം ഇട്ട് പട്ടാളക്കാരുടെ സമയം കളഞ്ഞ ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണ് ഈ ഉടുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉടുപ്പില്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറായിട്ട് തീട്ട വേണ്ടുള്ള ഒരാൾ ഇറങ്ങി ഷോ കാണിക്കാൻ വരുമ്പോ അതിന് പട്ടാളത്തിന് സമയം കളയുന്നത് എന്തിനാ? മോഹൻലാൽ നാണവും മാനവും ഉടുപ്പില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യം പട്ടാളത്തിന് എന്താണ്? നിന്റെ പണി ഇതല്ലല്ലോ. നിന്നെ എന്തിനാ ഇങ്ങനെ ആക്കി ഇരുത്തിയിരിക്കുന്നത്? പട്ടാളത്തിന് നല്ലപോലെ അറിയാം. യുദ്ധം വന്നാൽ ഇവനെയൊക്കെ വിളിച്ചോണ്ട് പോവോ? ഇങ്ങനെ കൊണ കാണാൻ ചെല്ലുന്നതാണോ? എവിടെ എന്തെങ്കിലും നടന്നെന്ന് പറയുമ്പോൾ ഒരു വേഷം കെട്ടി ഇറങ്ങി ചെല്ലുമ്പോൾ അവന് ചുറ്റും എന്തിനാ ഈ പട്ടാളക്കാർ കൂടുന്നേ? ഇവൻ ആരാ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. എന്തൊക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിൽക്കാൻ ഇത് കാണാൻ ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന് എന്തിന് സന്ദർശിച്ചു? ഇങ്ങനെയുള്ള സമയത്ത് പോകേണ്ട ആൾ ഇവനൊക്കെയാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. ഇവൻ എന്ത് ക്വാളിഫിക്കേഷൻ ഈ പറയുകയാണ് അവിടെ പോകാൻ എന്ത് യോഗ്യതയുള്ളവരെ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചോണ്ട് പോകാവോ? ഒരു മണ്ണൻ എവിടെ നിന്ന് ഇറങ്ങിയേക്കുക? അവൻ മണ്ണൻ അതിനെ കണ്ടിട്ട് പോട്ടെ. അവന് വേഷം ഇട്ട് നടക്കുന്നത് അവൻ എന്തിനും കാണിക്കട്ടെ. ഇപ്പൊ ബോധമില്ലാത്തവരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത് യൂട്യൂബിൽ കറങ്ങോ ഒരുത്തം വരുമ്പോ ചുമ്മാ ഡമ്മി പീസ്. ഇവിടെയൊക്കെ ഇയാൾ വേറെ കൂടെ മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മോഹൻലാൽ അറിയുന്നത് ഒരു പണി ചെയ്യാൻ അങ്ങനെ ഇടത്തോട്ട് വലിഞ്ഞു കയറി ചെല്ലാൻ ഒരു ഉളുപ്പുള്ള ഒരു മനുഷ്യന് പറ്റത്തില്ല. ഇയാൾ ഉളുപ്പില്ലാത്തതുകൊണ്ട് വലിഞ്ഞു കയറി വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളുടെ ചുറ്റും നടന്ന് 3-4 മണിക്കൂർ പട്ടാളക്കാരുടെ പോലീസുകാരുടെ നഷ്ടമാക്കിയ എന്താ പറയണ്ടേ? അതിനുള്ള ബുദ്ധി ബോധം ഇല്ലാത്ത കിഴങ്ങനൊക്കെ എവിടെ തള്ളി കയറി ഷോ കാണിക്കാൻ. എനിക്ക് വരെ ഈ ചില കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ആൾ ഉള്ളിലായിട്ടുണ്ട്. ഇതിനോടകം തന്നെ പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചെകുത്താൻ, ഒറിജിനൽ പേര് പറയണോ? എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ചെകുത്താൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. എനിക്ക് ഇവൻ്റെ ഈ ചില കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം ആളെ പോലീസ് തൂക്കിയിട്ടുണ്ട്. അമ്മ സംഘടനയിൽ നിന്ന് സിദ്ദീഖ് എന്ന് പറയുന്ന നടൻ പരാതിപ്പെട്ടു, ഉള്ളിലെടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഫ്രസ്ട്രേഷൻ അത് തീർക്കുവാണ്. കാലാകാലങ്ങളായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിനെ തേജോവധം ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ ഇവൻ മിടുക്കനാണ്, ബഹുമിടുക്കനാണ്. വയനാട് ദുരന്തഭൂമിയിൽ മോഹൻലാൽ യൂണിഫോം ഇട്ട് പോയത് എന്തിനെന്നുള്ള ചോദ്യമാണ് പുള്ളി ഉന്നയിക്കുന്നത്, ചെറുതാൻ ഉന്നയിക്കുന്നത്. എന്നിട്ട് നമ്മളും വിമർശിക്കാറുണ്ടേ, നമ്മളൊക്കെ വിമർശിക്കുന്ന ആളുകൾ തന്നെ. ഈ വിമർശനത്തിനൊക്കെ ഒരു മര്യാദയുണ്ട്, ഒരു മാന്യതയുണ്ട്. ഇത് വായി തോന്നിയ പുലഭ്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം, തെറി പറയണം തെറി പറയാം, പറയേണ്ടവരെ പറയാം. ഇത് സമൂഹത്തിൽ നിലയും വിലയുള്ള അല്ലെങ്കിൽ ആർമി ആദരിച്ചിട്ടുള്ള അത്തരത്തിലൊരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിനെ, കലാകാരനാണ്, സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഫാനായിട്ടൊന്നും പറയല്ല. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. അത് സമൂഹ മാധ്യമങ്ങൾ അറിഞ്ഞും മറ്റുള്ളവരെ അറിയിക്കാതെയും പുള്ളി ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിനെ ഇത്തരത്തിൽ തെറി വിളിച്ച് പുലഭ്യം പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അത് വില വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ കേട്ടു നിൽക്കുന്ന, പുള്ളിനെ സ്നേഹിക്കുന്ന പുള്ളിയുടെ ആരാധകർ, അതുപോലെ പുള്ളി അടങ്ങുന്ന ഒരു സംഘടന, അതുപോലെ തന്നെ ട്രസ്റ്റ് കാര്യങ്ങൾ ഇവരൊക്കെ ഉണ്ട്. പുള്ളിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും സമൂഹത്തിൽ. ഇവർ വെറുതെ നിൽക്കുമോ? അത്തരത്തിലൊരു പരാതി പോയി പോലീസ് കേസെടുത്തു. പിന്നെ ഇതിൽ ഇന്ത്യൻ ആർമീനെ അടക്കം മോശമായിട്ട് ചിത്രീകരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി യൂണിഫോമിൽ അവിടെ പോയപ്പോൾ ഇന്ത്യൻ ആർമി അവിടെ വന്നിട്ട് അവന് ചുറ്റും കൂടുന്നു, എന്തിനു വേണ്ടി, അവരെ സമയം മെനക്കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരം മുഴുവനും. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, വകതിരിവ് ലെവലേഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ തരം താഴുന്നതാണ് എൻ്റെ ചിന്ത. കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ വേറൊരാളും മോഹൻലാലിനെ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിമർശിച്ചോ കണ്ടിട്ടില്ല. മോഹൻലാലിൻ്റെ എന്നല്ല, നമ്മൾ സമൂഹത്തിൽ നിലവിലുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കും. പക്ഷേ ചെയ്യുന്നത് ചെറ്റത്തരമാണെങ്കിൽ ചിലപ്പോൾ അവരെ തന്തയ്ക്കും വിളിക്കും, അത് വേറെ കാര്യം.
പക്ഷേ ഇവിടെ ചെയ്ത നല്ല പ്രവൃത്തിയാണ് ഇയാൾ ഈ വളച്ചൊടിച്ച് മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന്? അയാൾ അവിടെ പോയി, യൂണിഫോമിൽ പോയി, അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആർമിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ കേസെടുക്കും. ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടല്ലേ അയാൾക്കെതിരെ ഒരു കേസും കൂട്ടും വരാതിരുന്നത് അല്ലേ? അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലാണ്ട് കിടന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിഡ്ഢി. എന്തായാലും ചെറുത്താനകത്തായിട്ടുണ്ട്, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചോട്ടെ. വല്ല കാര്യമുണ്ടോ? ചാനൽ ആർക്കും ക്രിയേറ്റ് ചെയ്യാം, ആർക്കും അതിന് എന്ത് വീഡിയോ വേണമെങ്കിലും ഇടാം. പക്ഷേ ഇടുന്ന വീഡിയോസ് പക്വതയോടെയും അല്ലെങ്കിൽ വകതിരിയോട് കൂടിയിട്ട് സംസാരിച്ചിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചെയ്യുന്ന വീഡിയോസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ പറയിപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരെ പറയിപ്പിക്കാതെ നമ്മളെ നല്ലക്ക് നാട്ടുകാർ വിളിക്കുന്ന രീതിയിൽ പെരുമാറാതെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ തുടരാൻ പറ്റുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല വാളാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് കൈ എപ്പോൾ വേണമെങ്കിലും നമ്മളത് മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിപ്പോവും. എന്തിനാണ് ആവശ്യമുള്ള കാര്യത്തിൽ നമ്മൾ വിമർശിക്കാം, പ്രതിഷേധിക്കാം, പ്രതികരിക്കാം, ഇതൊക്കെ ചെയ്യാം. ഒരാവശ്യമില്ലാത്തൊരു കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും, അതായത് പുള്ളിനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, എന്നാലും മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ വെച്ചുകൊണ്ട് അതിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം ഞാൻ കാണുന്നില്ല. എന്തായാലും ഇവനോട് അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കളാപ്പനാണ്. എന്തായാലും അത്തരത്തിലാണ് അവൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. വലിയ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ എന്ത് ചെയ്യാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട. ബൈ.